ഇന്നൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. ആഘോഷവേളകളിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബട്ടർസ്കോച്ച് കപ്പ് കേക്ക്. ഇതിൻ്റെ കൂടെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ thecoffeemug. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നമുക്കിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിൽ 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടി അരിച്ചെടുക്കണം. ഇതുപോലെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് കൂടുതൽ സോഫ്റ്റായി കിട്ടും. ഇതിനി ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അടുത്തത് മറ്റൊരു വലിയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കേക്കിനായി മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തുകൊണ്ട് ക്രീം പരുവത്തിലാക്കിയെടുക്കണം. നല്ലതുപോലെ പതഞ്ഞ് ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് ആയി കിട്ടണം. ഏകദേശം ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാനിടുന്ന റെസിപ്പികൾ പലരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും തീർത്ത് കുറവാണ്. അതിനാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെറിയൊരു കാര്യമല്ലേ. ഇപ്പോൾ മുട്ട പതഞ്ഞ് നല്ല ലൈറ്റ് ക്രീം കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നതിന് മുൻപ് നന്നായി ഒന്ന് അരിച്ചെടുത്ത് കട്ടകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കപ്പ് കേക്കിന് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് കേക്കിലേക്ക് ചേർത്തിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറവാണ്. ഫ്രോസ്റ്റിങ്ങിന് നല്ല മധുരമുണ്ടാകും. നിങ്ങൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നില്ല എങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ക്രിസ്മസിനും മറ്റ് ആഘോഷവേളകളിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല കേക്കുകളുടെയും കപ്പ് കേക്കുകളുടെയും കുക്കീസിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 2.5 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൈഗർ എന്ന ബ്രാൻഡിൻ്റെ ബട്ടർസ്കോച്ച് മിക്സാണ്. ബട്ടർസ്കോച്ച് എസൻസ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇതാണ് സാധാ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല റിസൾട്ടും ഉണ്ട്. ഇവയെല്ലാം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി യോജിച്ച് കിട്ടുന്നവരെ ബീറ്റ് ചെയ്യണം. ഞാനിവിടെ ഏകദേശം ഒരു 45-50 സെക്കൻഡ് സമയം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് വളരെ പതുക്കെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആകരുത്. ആദ്യത്തെ ബാച്ച് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇവയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത ബാച്ച് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് മൊത്തം 5 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. ഇവയും ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കുറേ നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് എളുപ്പത്തിന് ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം.
പൈപ്പിംഗ് ബാഗിന് പകരം തവി കൊണ്ട് കോരി ഒഴിച്ചാലും മതി കേട്ടോ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് തോന്നിയത് പൈപ്പിംഗ് ബാഗാണ്, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇനി ഇവ നന്നായി ടൈറ്റായി പിടിച്ചിട്ട് കപ്പ് കേക്ക് മോൾഡിലേക്ക് ഫില്ല് ചെയ്യാം. മീഡിയം സൈസുള്ള കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ കപ്പിൻ്റെ 3/2 ഭാഗം നിറച്ചാൽ മതി. അതായത് കപ്പിൻ്റെ പകുതിക്കും മുക്കാലിനും ഇടയ്ക്ക് നിറച്ചെടുക്കുക. എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. ഇനി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 12 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ബേക്കിംഗ് കഴിഞ്ഞ് ഓവനിൽ നിന്ന് എടുത്ത് 5 മിനിറ്റിന് ശേഷം വയർ റാക്കിലേക്ക് വെക്കണം. എനിക്ക് 13 മിനിറ്റിൽ ബേക്കായി കിട്ടി. ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 14 കപ്പ് കേക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇതുകൂടാതെ ഞാൻ 2 എണ്ണം അടുപ്പിൽ വെച്ചും ബേക്ക് ചെയ്തെടുത്തിരുന്നു. അതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായി വെച്ചു. 16 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. എനിക്ക് 18 മിനിറ്റിൽ ബേക്കായി കിട്ടി. ഇനി കേക്കുകൾ നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനൊരു ബൗളിലേക്ക് 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. 113 ഗ്രാം ഉണ്ട് 1/2 കപ്പ്. ഒത്തിരി സോഫ്റ്റായ ബട്ടർ എടുക്കരുതേ. ഇവ മീഡിയം സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര അരിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ബട്ടറിലേക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തെ ബാച്ചും ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 നുള്ളു ഉപ്പും. ഇവ മീഡിയം സ്പീഡിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ. ഒരു 15-20 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. അതൊരു 5 ഡ്രോപ്പൊക്കെ ഒഴിച്ചാൽ മതിയാകും. നമ്മൾ നേരത്തെ കേക്ക് ബാറ്ററിൽ ചേർത്ത ബട്ടർ സ്കോച്ച് മിക്സ് ഇല്ലേ, അതാണ് ഇവിടെയും ചേർത്തിരിക്കുന്നത്. ഇവയും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രോസ്റ്റിങ്ങിനുള്ള ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു നോസിലാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചെടുക്കാം. ഈ അളവിൽ 8 കേക്കിനുള്ള ക്രീമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് കാലമൊക്കെ അല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.